ഹലോ ഗായ്സ്, മാക്സ് ഫ്ലോ വൈറ്റിലെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്ന് എക്സ്പ്ലോറിംഗ് തിരുവനന്തപുരത്തിൻ്റെ അടുത്തൊരു എപ്പിസോഡാണ് നമ്മൾ ഇടാൻ പോകുന്നത്. അതായത് നമ്മളിന്ന് പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ശംഖുമുഖം ബീച്ചാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഏതായാലും വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഏകദേശം വൈകുന്നേരം ഒരു 4:45 5 മണിയോടുകൂടി 5 മണി 6 ആ റേഞ്ചിൽ നമ്മൾ ശംഖുമുഖം ബീച്ചിലെത്തി. അപ്പോൾ അവിടെയുള്ളൊരു ആ സമയത്തെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെയാണ്, അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ആ സൺസെറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ രീതിയിലുള്ള കടലിലേക്ക് സൂര്യൻ, അതായത് നമ്മുടെ സൂര്യാസ്തമനം കഴിഞ്ഞിട്ടുള്ള ആകാശവും പിന്നെ കടലിൻ്റെ കുറച്ച് സൗന്ദര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പകർത്താൻ പറ്റിയത്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റഷായിരുന്നു, വഴിയും കാര്യങ്ങളൊക്കെ തന്നെ അത്യാവശ്യം ബ്ലോക്കുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ കുറച്ച് നേരം കടലിൻ്റെ അകത്ത് പോയി കടലിൻ്റെ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ പകർത്തി. പക്ഷേ കുറച്ചുകൂടി നേരത്തെ വരുവാണെങ്കിൽ നമുക്ക് ആ സൺസെറ്റ് കൂടെ പകർത്താൻ പറ്റിയൊരു ഇതായിരുന്നു. പക്ഷേ നമ്മൾ വന്നത് താമസിച്ചു പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ സൺസെറ്റും കാര്യങ്ങളൊന്നും പകർത്താൻ പറ്റിയില്ല. നമുക്കിനിയിപ്പോൾ ഉള്ളതൊക്കെ എടുത്ത് സെറ്റപ്പ് ചെയ്തിട്ട് ബാക്കി നമുക്കിനിയിപ്പോൾ അടുത്ത വരവിനോ കാര്യങ്ങളൊക്കെ എടുക്കാം. പിന്നെ അത്യാവശ്യം നല്ലത് തന്നെ ആളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം തന്നെ ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് സൺസെറ്റ് ആ സമയത്തുള്ള വ്യൂ. എത്ര അടിപൊളിയാണ്. കാരണം ആ ചെറിയൊരു ബോട്ടയിലാണ് പോകുന്നുണ്ട്. ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് സൺസെറ്റ് സമയത്തുണ്ടായ വ്യൂ. അത് കുറച്ച് നമ്മുടെ കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇനിയിപ്പോൾ അങ്ങോട്ട് ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ മൊത്തം ആൾക്കാരായിരിക്കും. പകൽ സമയത്ത് ചൂട് കാരണം ഒരുമാതിരിപ്പെട്ടവരൊന്നും ഇറങ്ങത്തില്ല. പക്ഷേ രാത്രി സമയമാകുമ്പോഴത്തേക്കും ഈ കടൽക്കരയിൽ കുറച്ച് കാറ്റും തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കൊണ്ട് തന്നെ ആൾക്കാർ ആ സമയമാകുമ്പോൾ ഇറങ്ങി വരും. അതുപോലെ നമ്മൾ ദൂരെ നിന്ന് വരുന്നവരൊക്കെ ആയതുകൊണ്ട് നമുക്ക് ആ സമയം അനുസരിച്ച് അവിടെ ചെല്ലാൻ പറ്റുള്ളൂ, കാരണം വണ്ടി വിളിച്ച് ചെല്ലാൻ. അപ്പോൾ നമ്മൾ ഏകദേശം ഇരുട്ട് മൂടിയപ്പോൾ ഉള്ള ശംഖുമുഖം ബീച്ചിൻ്റെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇരുട്ടായിട്ടും ആൾക്കാരുടെ കാര്യത്തിലൊരു കുറവുമില്ല. കുറച്ച് കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മുടെ ആ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ കാണാം. കുറേ ആൾക്കാർ അവരുടെ കച്ചവട സാധനങ്ങളൊക്കെ ആയിട്ട് അവിടെ വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ കുറച്ച് ആൾക്കാരും കാര്യങ്ങളൊക്കെ വന്ന് ഇരിപ്പുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഐസ്ക്രീം അങ്ങനെയുള്ളൊക്കെ പല തരത്തിലുള്ള സാധനങ്ങളും നമുക്ക് ഇവിടെ തന്നെ മേടിക്കാൻ പറ്റും. അപ്പം നമ്മൾ കുറച്ച് നേരം വന്ന് അവിടെ കുറച്ച് കാഴ്ചകളും കണ്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇരുന്ന് റിലാക്സും കാര്യങ്ങളൊക്കെ ചെയ്ത് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. നമ്മളൊരു 1 മണിക്കൂർ 2 മണിക്കൂർ മിച്ചം ഇരുന്ന് അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഈ 8 മിനിറ്റുള്ള വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ തീർത്തും ചെറിയ വീഡിയോ ആണ്, അത്യാവശ്യം വലിയ വീഡിയോ ഒന്നുമല്ല. അപ്പം കാരണം നമുക്കവിടെ വീഡിയോയിൽ പകർത്താൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ വീഡിയോയിൽ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വീഡിയോ ഓവർ ലെങ്ത് ഒന്നുമല്ല, 8 മിനിറ്റത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ ഇനി ഭാവിയിൽ പുറകെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇഷ്ടംപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ പ്ലാനിങ്ങിലുണ്ട്. അതൊക്കെ ഭാവിയിൽ വരുന്നതായിരിക്കും. ഭാവിയിലെന്ന് പറഞ്ഞാൽ അടുത്തടുത്ത വീഡിയോകളായിട്ട് അതൊക്കെ തന്നെ വരും. എഡിറ്റ് ചെയ്യാനുള്ള താമസം, അതുപോലെ തന്നെ കുറച്ച് സമയക്കുറവിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് റെഗുലറായിട്ട് അങ്ങനെ വീഡിയോയും കാര്യങ്ങളൊന്നും വരാതെ. എന്നാലും ഞാൻ ഷോർട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ ഇടാറുണ്ട്. അപ്പോൾ ഇതാണ് രാത്രി ആയിക്കഴിഞ്ഞാൽ ശംഖുമുഖം ബീച്ചിൻ്റെ ഒരു കാഴ്ചയും കാര്യങ്ങളൊക്കെ. കടലിൻ്റെ കാര്യമൊന്നും കാണാൻ പറ്റുന്നത്. പിന്നെ എത്ര സ്ഥലത്ത് വേണമെങ്കിലും വീട്ടിൽ നിന്ന് വിശ്രമിച്ച് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് ചില്ല് ചെയ്ത് പോകാൻ പറ്റും. അങ്ങനെയൊരു ഇതുണ്ട്. പിന്നെ പാർക്കിങ് കുറവാണ്, അപ്പം അതിൻ്റേതായ കുറച്ച് കാര്യങ്ങളുണ്ട്. വൈകുന്നേര സമയത്ത് നേരത്തെ വരുവാണെങ്കിൽ പാർക്കിങ് കിട്ടും, പക്ഷേ നേരത്തെ വരുവാണെങ്കിൽ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ താമസിച്ച് വൈകുന്നേരം 5 മണി ആ റേഞ്ചിലൊക്കെ വരാൻ നോക്കുകയാണെങ്കിൽ പാർക്കിങ് കിട്ടാൻ വലിയ പാടാണ്. അപ്പം എവിടെയെങ്കിലും ഇടയുള്ളിടത്ത് കയറ്റി ഇട്ടിട്ട് വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക വരുന്നവർ. അപ്പോൾ ഇത് നമ്മുടെ എനിക്ക് തോന്നുന്നത് എക്സ്പ്ലോറിംഗ് തിരുവനന്തപുരത്തിൻ്റെ 3ാമത്തെ വീഡിയോ ആണെന്നാണ് എൻ്റെ വിശ്വാസം. ആണെന്നാണ് വിശ്വാസം വരുന്നത്, പക്ഷേ കറക്റ്റായിട്ട് അറിയത്തില്ല. കാരണം തിരുവനന്തപുരം വീഡിയോ നമ്മൾ ഓരോരോ പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അവിടെ ഇഷ്ടംപോലെ കാര്യങ്ങൾ കാണാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഓരോരോ പാർട്ട് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് ഓരോ എപ്പിസോഡായിട്ടാണ് വരുന്നത് എന്നുള്ള രീതിയിൽ. നമ്മളങ്ങനെ പ്രോപ്പറായിട്ട് ഉള്ള സ്ഥലങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഉള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്കറിയാവുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ നിങ്ങളും പറഞ്ഞു തരിക, അവിടെ നമ്മൾ പോയി വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും.
അപ്പോൾ ഇതാണ് രാത്രിക്കത്തെ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ എന്ന് പറയാനുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ ഇത്. അപ്പോൾ കുറച്ചുകൂടെ നേരത്തെ വരുവാണെങ്കിൽ നമുക്ക് ആ സൺസെറ്റും കാര്യങ്ങളൊക്കെ കണ്ട് കുറച്ചുകൂടെ നേരം ഇരുന്ന് അടിപൊളിയായിട്ട് കുറച്ച് നേരം വിശ്രമിച്ചിട്ടൊക്കെ പോകായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നവരും വീഡിയോ എടുക്കുന്നവരും ഒക്കെ ഉണ്ട്. അപ്പം പിന്നെ കുറച്ചുകൂടെ ആൾക്കാർ കൂടി, രാത്രിയായപ്പോൾ തന്നെ അത്യാവശ്യം ആൾക്കാർ കൂടുകയും ഇതൊക്കെ ചെയ്ത് ആൾക്കാരുടെ എണ്ണത്തിൽ കൂടുതൽ വന്നു. അപ്പം ഇതാണ് അവിടുത്തെ ഒരു മൊത്തത്തിലൊരു തിരക്കും കാര്യങ്ങളെന്നൊക്കെ പറയാനുള്ളത്. പിന്നെ കുറേ ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ കാണുന്നതൊക്കെ ഓരോ കോട്ടേജസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾ ഇപ്പോൾ ഇതിലെ പാസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് കാണാം കുറേ കടകളും കാര്യങ്ങളൊക്കെ സൈഡിൽ. അതായത് ബീച്ച് വരുന്ന ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടി ഇവിടെയുള്ളവർ സെറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ, ശംഖു കൊണ്ടുള്ള കരകൗശല വസ്തുക്കൾ, അതുപോലെ തന്നെ കടലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വസ്തുക്കളൊക്കെ വിൽക്കുന്ന കടകളൊക്കെയാണ്. അതിൻ്റെയൊക്കെ അത്യാവശ്യം നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. പിന്നെ ഇത് നമുക്ക് മേടിക്കുന്നവർക്ക് മേടിക്കാം, മേടിച്ചിട്ട് പോകാനുള്ള അവസരമുണ്ട്. അതൊക്കെ മേടിക്കാം. പിന്നെ തുണികളായാലും എന്ത് കാര്യങ്ങളാണെങ്കിലും അവിടെ കിട്ടും. പിന്നെ നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അങ്ങേയറ്റത്താണ് ആ കടകളും കാര്യങ്ങളും. അവിടെ നിന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വണ്ടി എടുക്കാൻ പോകാൻ. അതായത് ഒത്തിരി ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. നമ്മളത് ഏകദേശം എത്താറായിട്ടുണ്ട്. അത് കാണുന്നൊരു കോട്ടേജ് പോലത്തെ സെറ്റപ്പാണ്. പിന്നെ ലൈറ്റ് കത്തുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് ഭായിമാരും കാര്യങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. കാരണം കച്ചവടം നടക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഐസ്ക്രീമായിട്ടും കടലയായിട്ടും പാനിപൂരിയായിട്ടും പല പല സെറ്റപ്പുകൾ സൈഡുകളിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ കരകൗശല വസ്തുക്കൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം നമുക്ക് ഇവിടെ തന്നെ മേടിക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. ഇനി അങ്ങോട്ട് പോകുന്ന മൊത്തം കടയുടെ ഏരിയയാണ്. അതായത് ഡ്രസ്സായാലും പിന്നെ കരകൗശല വസ്തുക്കളായാലും അങ്ങനെയുള്ള കുറേ വെറൈറ്റി സാധനങ്ങളുടെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്കത് മേടിച്ചിട്ട് പോകാം, ആവശ്യമില്ലാത്തവർക്കത് കണ്ടിട്ട് പോകാം. മേടിക്കുന്നവരുണ്ട്, മേടിക്കാത്തവരുണ്ട്. നമ്മുടെ ഈ വെളിയിൽ നിന്ന് വരുന്നവർ കൂടുതലും മേടിക്കും ഇങ്ങനെയുള്ള കരകൗശല വസ്തുക്കൾ. കാരണം അവർക്കൊരു ക്രൈസാണല്ലോ. അപ്പം അങ്ങനെയുള്ളവർ കൂടുതലും മേടിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലെ ആൾക്കാർക്ക് അതൊരു വലിയ സഹായമാണ്. കാരണം ഇങ്ങനെയുള്ള ടൂറിസ്റ്റ് മേഖലകളിൽ അതിൻ്റെ അടുത്ത് ജീവിക്കുന്നവർ ഇതുപോലുള്ള കച്ചവടങ്ങളും കാര്യങ്ങളും കൊണ്ടൊക്കെ തന്നെയായിരിക്കും ഒരു ഉപജീവനം കഴിച്ചു കൂട്ടുന്നത്. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ അടുത്തുള്ള അത് കാണാൻ വരുന്ന ടൂറിസ്റ്റുകൾ അങ്ങനെയുള്ളൊരു സാധനമൊക്കെ മേടിക്കുമ്പോൾ അവർക്ക് അവരുടെ ഉപജീവന മാർഗം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ പിന്നെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ കൂടുതലും കണ്ടുവരുന്നതാണ്. നമ്മൾ ഈ പ്ലാസ്റ്റിക് കവറും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് കവർ ഉപയോഗിക്കരുതെന്ന് പറയുന്നില്ല, പ്ലാസ്റ്റിക് കവർ ഉപയോഗിക്കുക, അതുപോലെ തന്നെ കൊണ്ടുപോവുക, ഒരു കവറിലിട്ട് കൊണ്ടുപോവുക ഈ സാധനം. നമ്മളിതുപോലുള്ള ടൂറിസ്റ്റ് പ്ലേസിലൊന്നും ഇങ്ങനെ ഇട്ട് നമ്മൾ ആ സ്ഥലത്തിൻ്റെ ഭംഗി കളയരുത്, അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് ഷോപ്പിൻ്റെ ഏരിയയും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിങ്ങനെ പതുക്കെ നടന്ന് കയറ്റം കയറി അങ്ങ് കഴിഞ്ഞാൽ പിന്നെ അവിടം വരെ കടകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയിൽ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതലായിട്ട് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക. അപ്പോൾ ഇതിൽ നല്ല അടിപൊളി പുതുത്തൻ വേണ്ടിയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.